സഭാപ്രസംഗകൻ 5:1 ഇപ്രകാരമാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന വചനമാണ്. ചേർന്നിരിക്കുമ്പോൾ സഭാപ്രസംഗൻ 5:1 പറയുകയാണ്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ഇതൊരു ദേവാലയമാണ്, ഇടവക ദേവാലയം പോലെ തന്നെ പിതാവ് ആശീർവദിച്ച ഒരു ആലയമാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. തുടർന്ന് പറയാണ്, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് നല്ലത്. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് നല്ലത്. വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ അൾത്താരയുടെ അടുത്ത് ചെന്ന് ഇരിക്കുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. ഇപ്പം നമ്മളാരും ദേവാലയത്തിൽ കഷ്ടപ്പെട്ട് വരുമ്പോൾ വേസ്റ്റാക്കരുത്, വിഡ്ഢിത്തം കാണിക്കരുത്. അൾത്താരയോട് ചേർന്നിരിക്കണം. അൾത്താരയോട് ചേർന്നിരിക്കുമ്പോൾ അൾത്താരയിൽ നിന്നാണ്, ബലിവേദിയിൽ നിന്നാണ് ചൂട് വരുന്നത്. നമ്മുടെ ഹൃദയത്തിലെ മലീമസമായി കിടക്കുന്ന പാപ, ശാപ, രോഗ ബന്ധനങ്ങളിലേക്ക് അൾത്താരയിൽ നിന്നും ചൂട് വരുമ്പോൾ ആഗ്രഹിക്കുന്ന ഹൃദയത്തിലേക്ക്, അടുത്തിരിക്കുന്ന ഹൃദയത്തിലേക്ക്, ആഗ്രഹമുള്ളവരെ അടുത്ത് വരൂ, ആഗ്രഹിക്കുന്ന, അടുത്തിരിക്കുന്ന, ചേർന്നിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ഈ ചൂട്, ഈ കാറ്റ്, ഈ അഗ്നി ഹൃദയത്തിലേക്ക് പകരപ്പെടും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ. ഈ അഗ്നിയായി ഹൃദയത്തിലേക്ക് പകരപ്പെടും. അതുകൊണ്ടാണ് സഭാപ്രസംഗകൻ ഇങ്ങനെ പറഞ്ഞത്. സഭാപ്രസംഗകൻ വെറുതെ പറഞ്ഞതല്ല. സഭാപ്രസംഗൻ അറിയാം ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം പറയുമ്പോൾ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. സഭാപ്രസംഗകൻ 5:2, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചൊല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. മാമോദീസയിൽ നമ്മൾ ആരെ ഏറ്റുപറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമ്മുടെ വിശ്വാസപ്രകാരം ആരെയാണ് ഏറ്റുപറഞ്ഞത്? ഈശോയെ ഏറ്റുപറഞ്ഞു. ആരെ തള്ളി പറഞ്ഞു? ഈശോയെ തള്ളി പറഞ്ഞോ? ആരെ തള്ളി പറഞ്ഞത്? പിശാചിനെ, സാത്താനെ തള്ളി പറഞ്ഞു. ഈശോയെ ഏറ്റുപറഞ്ഞു, സാത്താനെ തള്ളി പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഈ നിമിഷം നമ്മുടെ മാമോദിസ വ്രതം പുതുക്കുകയാണ്. നമ്മൾ ഈശോയെ ഏറ്റുപറയാൻ പോവാ. ഈശോയെ ഏറ്റുപറയുമ്പോൾ ശബ്ദമില്ലാതെ ഏറ്റുപറയോ? ഇല്ല. നമ്മൾ വെടിക്കെട്ടിൻ്റെ ശബ്ദത്തോടെ നമ്മൾ ഉറക്കെ ഈശോയെ ഏറ്റുപറയാൻ പോവാണ്. കർത്താവായ ഈശോയെ, ഉറക്കെ കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയെ ഏകരക്ഷകനായി ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയെ ഏകരാജാവായി ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയെ ഏക കർത്താവായി ഏറ്റുപറയുന്നു. ഇനി ഏറ്റുപറയണം. നമ്മൾ സുഹൃത്ത് ജപമായി നമ്മൾ വീടുകളിൽ എപ്പോഴും വെറുതെ ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഏറ്റുപറയാൻ പോകുന്ന ഒരു സുഹൃത്ത് ജപമാണ് ഇനി നമ്മൾ ഏറ്റുചൊല്ലാൻ പോണത്. കർത്താവേ, അങ്ങ് സർവാധിപനാണ്. കർത്താവേ, അങ്ങ് സർവാധിപനാണ്. കർത്താവേ, അങ്ങ് സർവാധിപനാണ്. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. ഏതാണ് 3 ഒന്ന് പറഞ്ഞേ. അവസാനം പറഞ്ഞ 3 ഏതാ? അങ്ങ് സർവശക്തനാണ്, സർവാധിപനാണ്, അത്യുന്നതനാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ നടക്കാത്ത നിയോഗങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ, തകർച്ചകൾ എല്ലാം മനസ്സിൽ കണ്ട് നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ തീ കത്തി നടക്കണം. എന്നിട്ടിങ്ങനെ പറയണം സുഹൃത്ത് ജപമായി, കർത്താവേ, അങ്ങ് സർവാധിപനാണ്. നമ്മുടെ കുർബാനയിലെ സർവാധിപനാം കർത്താവേ വണങ്ങി നമിക്കുകയാണ്, സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. അപ്പം നമ്മൾ സർവാധിപനായ കർത്താവിനെ ആരാധിക്കണം. സർവാധിപനായ ദൈവത്തെ, സർവാധിപനായ സർവശക്തനായ ദൈവത്തെ ആരാധിക്കണം. അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കണം. നമ്മളിപ്പോൾ എങ്ങനെ പറയാം? കർത്താവേ, അങ്ങ് സർവശക്തനാണ്. കർത്താവേ, അങ്ങ് സർവാധിപനാണ്. കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. കൂട്ടിപ്പറഞ്ഞോ? ഇതിൻ്റെ ആകത്തുക കർത്താവ് ഏക രക്ഷകനാണ്. ഏറ്റുപറഞ്ഞേ, കർത്താവ് ഏകരക്ഷകനാണ്. കർത്താവ് ഏകരക്ഷകനാണ്. കർത്താവ് ഏകരക്ഷകനാണ്.
ഈ 2-4 വാക്കുകൾ അധരങ്ങളിൽ ഉണ്ടാകട്ടെ എപ്പോഴും. ബൈബിൾ മൊത്തം നിന്റെ അധരങ്ങളിൽ ഉണ്ടാകും. ഈ 2-4 വാക്കുകൾ നിന്റെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായാൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം മുഴുവൻ, 35,000-ത്തിലധികം വചനം മുഴുവൻ നിന്റെ അധരത്തിൽ ഉണ്ടാകും. കരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 27:3 നിങ്ങൾ ഹൃദയത്തിൽ കോറിയിടണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കുടുംബങ്ങളോട് പറയുന്നതാണ്. പരിശുദ്ധ അമ്മ പറയുന്നതാണെന്ന് വിചാരിച്ചോ? 27:3 പ്രഭാഷകൻ ഇങ്ങനെ പറയുന്നത് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ആരുടെ ഭവനം അതിവേഗം നശിക്കുക? ഏറ്റുപറയുക, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും, അതിവേഗം നശിക്കും, അതിവേഗം നശിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് വേണ്ടത്? ദൈവഭക്തിയിൽ ദൃഢത, ദൈവഭക്തിയിൽ തീക്ഷ്ണത. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇന്ന് അർത്ഥം ഉണ്ടാവും. ഇന്ന് നമ്മൾ ഓരോ ദിവസവും ആചരിക്കുന്ന തിരുനാളുകൾക്ക് അർത്ഥം ഉണ്ടാവും. കാരണം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും നമുക്ക് ഇല്ല. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവഭക്തിയിൽ തീക്ഷ്ണതയും ദൃഢതയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, അങ്ങനെ തന്നെയാണോ അറിയില്ല. അപ്പം നമുക്കൊരു കാര്യം തീരുമാനിക്കണം. ഇന്ന് പണ്ട് കാലത്ത് ഭക്ഷണത്തിന് സമൃദ്ധി ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിന് സമൃദ്ധി ഉണ്ടായിരുന്നില്ല, മുഖത്ത് ചായം തേക്കാൻ നമുക്ക് സമൃദ്ധി ഉണ്ടായിരുന്നില്ല, വീട് മോടി പിടിപ്പിക്കാൻ സമൃദ്ധി ഉണ്ടായിരുന്നില്ല, കാർ ഉണ്ടായിരുന്നില്ല, വില കൂടിയ ആഡംബര കാറുകൾ ഉണ്ടായിരുന്നില്ല, ആഡംബര വീടുകൾ ഉണ്ടായിരുന്നില്ല, ആഡംബര ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് സമൃദ്ധമായി രോഗങ്ങളുണ്ട്. ഇന്ന് സമൃദ്ധമായി വിഷമുള്ള ഭക്ഷണമുണ്ട്, വിഷം നിറഞ്ഞ ഭക്ഷണമുണ്ടെന്ന്. എല്ലാറ്റിനും ഇന്ന് സമൃദ്ധിയാണ്. പക്ഷെ ഒരൊറ്റ കാര്യമാണ്, സന്തോഷവും സമാധാനവും ഇല്ല. സമാധാനമില്ലാത്ത എന്തുകൊണ്ടാണ്? രോഗങ്ങളുണ്ട്. ഇന്ന് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങളുണ്ട്. ഇന്ന് പുറത്ത് പറയാൻ പറ്റാത്ത തിന്മയുണ്ട്. കെട്ടായി കെടുക്കുകയാണ് തിന്മ. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആകുലത, സമാധാനമില്ല. പിന്നെ ചില ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് മക്കളെ 18 ലക്ഷം 20 ലക്ഷം ലോൺ എടുത്തിട്ട് മക്കളെ പറഞ്ഞയച്ചിട്ട് ഉള്ള സമാധാനം ഉള്ള വീടും പോയി ഇരിക്കുന്ന ആളുകളുണ്ട്. ഇനി വരും കാലങ്ങളിൽ പഴയ രീതിയിലേക്ക് വരുമോ എന്നറിയില്ല. സമാധാനം വന്നിട്ട് സമൃദ്ധി കുറയുമോ എന്നറിയില്ല. ഇങ്ങനെ പോയാൽ അത് സംഭവിച്ചേക്കാം. സമാധാനം വരും, സമൃദ്ധി പോവും. സമൃദ്ധി പോയാൽ സമാധാനം വരും. അപ്പം ഇന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിലും സമൃദ്ധിയാണ്, ഒന്നുമില്ലെങ്കിലും സമൃദ്ധിയാണ്. വസ്ത്രം വാങ്ങിക്കുന്നതിൽ നമുക്ക് ഒരു കുറവുമില്ല. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കാൻ, ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് ആ വചനം പറയണം, ഒന്നുകൂടി ഏറ്റു പറയാണ്. ആത്മാവ് വെളിപ്പെടുത്തിയത് കൊണ്ട് പ്രഭാഷകൻ 27:3 ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. വേറൊരു വചനമുണ്ട്, കൂരിരുട്ടിൽ കെട്ടുപോകുമെന്ന്. ആത്മാവ് കൂടെ ചേർത്ത് തരണം. നിന്റെ ചിന്തയും നിന്റെ ഭവനവും നിന്റെ കുടുംബവും ഒരാപത്ത് വരുമ്പോൾ, കൂരിരുട്ട് വരുമ്പോൾ അത് കെട്ടുപോകും, കത്തില്ല. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലൊരു വാഗ്ദാനമുണ്ട്. നമ്മളിവിടെ ഈ വാഗ്ദത്ത ശുശ്രൂഷകളൊക്കെ നടത്തുന്നുണ്ട്, നമുക്കറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വാഗ്ദത്തമുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും. സ്ത്രീയുടെ സന്തതി എന്നാണ് പഴയ ഓൾഡ് മൂലത്തിൽ. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. എങ്ങനെയാണ് പഴയ ഗ്രന്ഥത്തിൽ. ഇപ്പോൾ അവളുടെ സന്തതി നിന്റെ തല തകർക്കും എന്നാണ്. ഇതൊരു ആദ്യത്തെ ബൈബിളിൽ കാണുന്ന ആദ്യത്തെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. അനുസരണക്കേട് കാട്ടാൻ സാത്താൻ പ്രലോഭിപ്പിച്ചിട്ട് ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ, അനുസരണക്കേട് കാട്ടിയപ്പോൾ, വിലക്കപ്പെട്ട പഴം പറിച്ചു തിന്നപ്പോൾ സംഭവിച്ച കാര്യമാണത്. അപ്പോൾ പിശാചിനെ ചൂണ്ടിക്കൊണ്ട് ദൈവപിതാവ് സ്വർഗത്തിലിരുന്ന് പറയാണ്, ഏദൻ തോട്ടത്തിൽ വന്നിട്ട് പിശാചിനോട് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും.
സാത്താനോട് പറയാണ്, നിന്റെ തല തകർക്കാൻ എൻ്റെ കയ്യിൽ ഒരു സ്ത്രീയുണ്ടടാ. സമയമാകുമ്പോൾ അവളെ ഞാൻ ഭൂമിയിലേക്ക് ഇറക്കും. അവളുടെ ഉദരത്തിൽ നിന്നും മാംസം ധരിച്ച് എൻ്റെ പുത്രൻ പുറത്തു വരും. അവൻ നിന്റെ തല തകർക്കും. കരമുയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സാത്താനോട് വാണിംഗ് കൊടുക്കുകയാണ്. ദൈവം സാത്താനെ അവിടുന്ന് മാർക്ക് ചെയ്യുകയാണ്. നിനക്ക് ഞാൻ ഒരു പണി വെച്ചിട്ടുണ്ടടാ. നിഷ്കളങ്കരായ ആദത്തെ ഹവ്വയെയും പണി പറ്റിച്ചിട്ട് അവൻ ഏദൻ തോട്ടത്തിൽ തിന്മ കയറി വന്നിട്ട് ദൈവത്തെ പോലെ സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം 2 മക്കളെ സൃഷ്ടിച്ചിട്ട് അവരുടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തുരങ്കം വെടിച്ച സാത്താനോട് ദൈവം പറയാണ്, നിന്റെ തല തകർക്കാൻ എൻ്റെ കയ്യിലൊരു രാസായുധമുണ്ട്. ആരാണ് ആ രാസായുധം? എൻ്റെ കയ്യിൽ സൂക്ഷിച്ച രാസായുധം ആരാണത്? ആ ആയുധം ആരാണ്? ആലോചിച്ച് പറയണം. ക്രിസ്തുവല്ല, പരിശുദ്ധയമ്മ. ക്രിസ്തു ദൈവത്തിൻ്റെ കൂടെയുണ്ട്. നിന്റെ തല തകർക്കാൻ എൻ്റെ കയ്യിൽ ഒരു സ്ത്രീ ഉണ്ടടാ. ആ സ്ത്രീയെയാണ് ഗലാത്യർ 4:4-5. ഗലാത്യർ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങളിൽ അതാ പറയുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. കരമുയർത്തി പറ ഹല്ലേലൂയ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. കാലത്തിന്റെ തികവിൽ ഇവിടെ പിശാച് ആകെ പണി തന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ദൈവം അവിടുന്ന് തൻ്റെ പുത്രനെ അയക്കാം. പുത്രനെ അയക്കണമെങ്കിൽ പുത്രന് ശരീരമുണ്ടോ? പുത്രന് ശരീരമില്ല. ശരീരം കിട്ടണമെങ്കിൽ ദൈവം സ്വർഗത്തിൽ അനാദി മുതൽക്കേ ആ കോടാനുകോടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സ്വർഗത്തിൽ സൂക്ഷിച്ച ഒരു നിർമ്മല സൂനമുണ്ട്, നിർമ്മല കന്യകയുണ്ട്. അവളുടെ പേര് സ്ത്രീ എന്നാണ്. കരമുയർത്തി പറ ഹല്ലേലൂയ. സ്ത്രീ എന്ന നാമം പേറുന്ന ആ വത്സല കന്യക ഇവിടെ പറയാണ്. ഗലാത്യർ 4:4 പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ ആരിൽ നിന്നും ജാതനായി? സ്ത്രീയിൽ നിന്നും ജാതനായി. ദൈവം അമ്മക്കിട്ട പേര് സ്ത്രീ എന്നാണ്. കരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അമ്മക്കിട്ട പേര് സ്ത്രീ എന്നാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ ദൈവം പേരിട്ടത് എന്തെന്നാ? സ്ത്രീയിൽ നിന്നും ജാതനായി. അതുകൊണ്ടാ കാനായിലെ കല്യാണ വിരുന്നില് മറിയത്തോട് യേശു പറഞ്ഞത്, സ്ത്രീയെ പിതാവ് വിളിച്ച പേരാ, പിശാചിനോട് പറഞ്ഞ പേരാ, നീയും സ്ത്രീയും തമ്മിലും. കാനായിൽ വെച്ച് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും ഇവിടെ എന്ത് കാര്യം? എനിക്കും നിനക്കും ഇവിടെ എന്ത് കാര്യം? കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. ഇതൊരു വാഗ്ദാനമാണ്. സ്ത്രീയിൽ നിന്നും ജാതനായി. അത് ആദ്യത്തെ വാഗ്ദാനമാണ്. 3:15 ഉൽപ്പത്തി 3:15 വാഗ്ദാനമാണ്. വീണ്ടും യെശയ്യായുടെ പുസ്തകം 7:14 യെശയ്യാ വീണ്ടും പ്രവചിക്കുന്നുണ്ട്. യുവതി ഗർഭം ധരിച്ച്, ഇവിടെ ശ്രദ്ധിക്കണം, യുവതി ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ ആരെങ്കിലുമൊക്കെ പൊക്കോട്ടെ. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ എന്തെന്ന് വിളിക്കപ്പെടണം? നിങ്ങളൊന്ന് പറയാമോ? യെശയ്യാ 7:14 യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ പേര് എന്തെന്നാണ് യെശയ്യാ പറയുന്നത്? ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കരമുയർത്തി ഹല്ലേലൂയ. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അത് യെശയ്യാ പ്രവചിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 7:14 യേശു ജനിക്കുന്നതിൻ്റെ 750 കൊല്ലം മുമ്പ്, യേശു ജനിക്കുന്നതിൻ്റെ 750 കൊല്ലം മുമ്പ് യെശയ്യാ പ്രവചിക്കുകയാണ്. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അത് തന്നെ മത്തായി ആ പ്രവചനം ഏറ്റുപറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വചനത്തിൽ പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പഠിച്ച വചനവേദാണ് പ്രഭാഷകൻ എന്ന് പറഞ്ഞ വചനം എന്ന് പറഞ്ഞ് ഇത് പഠിക്കണം നമ്മൾ. പ്രഭാഷകൻ 27:3 എന്താണ് വചനം? നിങ്ങളൊന്ന് ഒരുമിച്ച് പറഞ്ഞ എന്താണ് വചനം? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും.
അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കുക, എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ് ദൈവഭക്തി എനിക്ക് കൂട്ടാൻ പറ്റുക, ഏത് രീതിയിലാണ് എൻ്റെ ഭവനത്തിന്. അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വരില്ല, വേണ്ട. നിൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വരില്ല, വേണ്ട. നീയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ കോട്ട നീ നികത്തിയാൽ മതി. നിൻ്റെ വീട്ടിൽ നിനക്ക് 5 or 6 ആളുകളുണ്ടെങ്കിൽ 2 ആളെ കിട്ടോ കൂടെ, അല്ലെങ്കിൽ ഒരാളെ കിട്ടോ. ആരും ഇല്ലെങ്കിൽ നിനക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരാളെങ്കിലും കൂട്ടാൻ നോക്ക്. അങ്ങനെ 2 or 3 ആൾ ഇരുന്നിട്ട് നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്ക്. നീ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്ക്. 1 മണിക്കൂർ 5 മണിക്കൂറല്ല പറഞ്ഞത്. എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ എഴുന്നേൽക്ക്, കിടക്കുമ്പോൾ പ്രാർത്ഥനയോടെ കിടക്ക്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് 12 വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടായത്. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടായത്. ഞാൻ ഈ കക്ഷിക്ക് വലിയ ദൈവാനുഭവം എന്നുള്ളൊരു മനുഷ്യനൊന്നുമല്ല, അപ്പോൾ ദൈവാനുഭവത്തിൽ ജീവിച്ചവനുമല്ല, ജഡികമായി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് 12 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഈ 12 കൊല്ലം സകലവിധ ചികിത്സകളും ചെയ്തു. ഹോമിയോ, ആയുർവേദം, അലോപ്പതി, IVF, ഏത് എഫ് ഒക്കെ ഉണ്ടോ ഒക്കെ ചെയ്തു. IMF ചെയ്തോന്ന് അറിയില്ല, എല്ലാ എഫും ചെയ്തു. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് അവന് കുഞ്ഞുണ്ടായില്ല. അവസാനം ഒരു 8 വർഷം എത്തിയപ്പോൾ ചികിത്സ അവസാനിപ്പിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. 8 വർഷം എത്തിയപ്പോൾ ഈ മകൻ്റെ ചികിത്സ അവരുടെ ഈ മകനെ കൗണ്ടില്ല. ഡോക്ടർ പറഞ്ഞു, മോനെ നിന്നെക്കൊണ്ട് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല, നിനക്ക് കൗണ്ടില്ല, വളരെ കുറവില്ല, കൗണ്ടില്ല. ഭാര്യയ്ക്ക് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതിന് കുറേ ചികിത്സയൊക്കെ നടത്തിയപ്പോൾ ഭാര്യയുടെ ഓക്കെ. അപ്പോൾ ഭർത്താവിനോട് ഡോക്ടർ നേരിട്ട് പറഞ്ഞു, നീ ഈ പണിക്ക് ഇനി നടക്കണ്ട, എനിക്ക് കൗണ്ടില്ല. ഈ മനുഷ്യൻ 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ചികിത്സ കംപ്ലീറ്റ് നിർത്തി, ഒരു ചികിത്സയും പിന്നെ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വലിയ ദൈവാനുഭവം എന്നുള്ള മനുഷ്യനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, 8 വർഷം കഴിഞ്ഞപ്പോൾ ചില ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. ഇവിടെ കുറേ കാലം വന്നിട്ടുണ്ട്. അട്ടപ്പാടി പോവും, അണക്കര പോവും, എവിടെയൊക്കെയാണോ ധ്യാന കേന്ദ്രങ്ങൾ അവിടെയൊക്കെ അവൻ പോവും. പക്ഷേ ഞാൻ അവനിൽ കാണുന്ന ഒരു വ്യത്യാസം, ഞാനും കുറേ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുള്ളതാണ്, പക്ഷേ എനിക്ക് അവനിൽ കാണുന്നൊരു വ്യത്യാസമുണ്ട്. ഈ 8 വർഷത്തിൽ തുടങ്ങിയ പിടുത്തമാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. എവിടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷകളുണ്ടോ അവിടെയൊക്കെ പോകും. പറ്റാവുന്നിടത്തേക്കൊക്കെ പോകാൻ സാമ്പത്തിക ശേഷിയുണ്ട്. അവ എങ്ങനെ വണ്ടി വിളിച്ച് കൂടെ ആൾക്കാരെ കൊണ്ടുപോകും. അവൻ കൂടെ ആളുകളെ കൊണ്ടുപോകാൻ തുടങ്ങി. അവൻ കുഞ്ഞിൻ്റെ കാര്യം മറന്നു. ഇനി എനിക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞല്ലോ, അപ്പം ഇനി ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ അവനങ്ങ് തീരുമാനിച്ചു. എന്നാൽ വലിയ പഠനങ്ങളോ വലിയ അറിവോ അവനില്ല. മലയാളം വായിക്കാൻ, അവൻ കേരളത്തിന് പുറത്ത് പഠിച്ചതായതുകൊണ്ട് മലയാളം വായിക്കാൻ അറിയില്ല, ബൈബിളും വായിക്കാറില്ല, ഒന്നുമില്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവൻ ഇവിടുന്ന് 8 കൊല്ലം കഴിഞ്ഞു, 9 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, 11 കൊല്ലം കഴിഞ്ഞു. ഈ കേരളത്തിലെ പല ധ്യാന കേന്ദ്രങ്ങളിൽ അവൻ പോവും, ഇവിടെയും വരും. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇടയ്ക്ക് പ്രാർത്ഥിക്കും, അച്ഛൻ്റെ കൈവെപ്പ് മേടിക്കും. അതുപോലെ മറ്റ് പല വൈദികരുണ്ട്, അവരുടെയും കൈവെപ്പ് മേടിക്കും. പറ്റാവുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകും. പിന്നെ അവന് വരുമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, വേറൊരു കാര്യം ചെയ്യും. വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ലൊരു ഭാഗം പങ്കുവെക്കും. കരമുയർത്തി ഹല്ലേലൂയ. നല്ലൊരു ഭാഗം ഇല്ലാത്തവരുമായി പങ്കുവെക്കും. അത് ആരോടും വിളിച്ച് കൂവാറില്ല, അത് വിളിച്ച് പറയാറുമില്ല. ഉള്ളത് പങ്കുവെക്കാൻ ആര് പറഞ്ഞു കൊടുത്തിട്ടാണാവോ? അത് ഞാൻ പറഞ്ഞില്ല, അവന് വലിയ ദൈവാനുഭവം എന്നുള്ള മകനല്ല, അവൻ്റെ ഭാര്യ പറഞ്ഞു കൊടുത്തിട്ടല്ല അത് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം എത്തിയപ്പോൾ ഞാൻ ഇവനെ പരിചയപ്പെട്ടു. എനിക്ക് നേരത്തെ പരിചയമുണ്ട്, അത് ക്ലോസ് റിലേഷൻ ഇല്ല, നല്ല സുദൃഢമായ ബന്ധം എനിക്കുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമൊക്കെ ആയപ്പോൾ, ഒരു 5-6 കൊല്ലം മുമ്പത്തെ കാര്യം പറയണത്, 10 വർഷമൊക്കെ ആയപ്പോൾ, വിവാഹം കഴിഞ്ഞിട്ട് അവൻ്റെ 10 വർഷമൊക്കെ ആയപ്പോൾ, വിവാഹത്തിനൊക്കെ ഞാൻ അടുപ്പമുണ്ട് അവനെ, പക്ഷെ ചെറിയ അടുപ്പേ ഉള്ളൂ. ഇവനായിട്ട് ഞാൻ നല്ല അടുപ്പായി. അപ്പോൾ ഇവനൊരു 10 വർഷമൊക്കെ എത്തി തുടങ്ങിയപ്പോൾ പിന്നെ അവൻ ആത്മീയമായിട്ടുള്ള സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവനിൽ ഞാനൊരു പ്രത്യേകത ഇന്നും കാണുന്നുണ്ട്, അന്നും കാണുന്നുണ്ട്. ഞാൻ അന്ന് കാണുമ്പോൾ അതത്ര ശ്രദ്ധിച്ചില്ല. അവൻ ഏതൊരു കാര്യം പറയുമ്പോഴും ദൈവത്തെ ചേർത്തേ പറയൂ. കരയുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും അറിവുണ്ടെന്ന് നടിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ദൈവത്തെ കൂട്ടിച്ചേർത്താണോ പറയുന്നത്? എന്തൊരു വാക്കവൻ പറയുമ്പോഴും ആര് പഠിപ്പിച്ചു കൊടുത്താണാവോ? ഞാനൊക്കെ നാണിച്ചു പോയിട്ടുണ്ട് അവൻ പറയുന്നത് കേട്ടിട്ട്. അവന് അപ്പുറത്ത് വിജാതീയരെ സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ടോ അവൻ നോക്കാറില്ല. അവൻ്റെ കർത്താവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനൊരു പ്രേക്ഷിത വേലയൊന്നുമല്ല ചെയ്യണത്, അവനതൊന്നും അറിയില്ല.
അവൻ ഇങ്ങനെ പറയും, കർത്താവ് എനിക്കത് എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാനത് ഇങ്ങനെ ചെയ്യും, എനിക്ക് നല്ല കുർബാന. ഇപ്പം എന്നും പള്ളിയിലേക്ക് പോകും, കഷ്ടപ്പെട്ടാൽ പള്ളിയിൽ പോവുക, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അവൻ ദൈവത്തെ കൂട്ടിച്ചേർത്ത് സംസാരിക്കും. ആര് മുന്നിലുണ്ടോയെന്ന് അവൻ നോക്കില്ല. ഞാനൊക്കെ ബുദ്ധിക്കിട്ടാ സംസാരിക്കുക. നമ്മളൊക്കെ അങ്ങനെയല്ലേ? കാരണം നമ്മൾ ഈശോയുടെ കാര്യം പറയുമ്പോൾ അക്രൈസ്തവരടുത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുണ്ടെങ്കിൽ നമ്മളത് പറയില്ല, ഒഴുകും. ഇവൻ അങ്ങനെയൊന്നുമില്ല. ശരിക്ക് കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസമാണ് അവന് ആരും പേടിയില്ല. ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ. അവൻ ചിലപ്പോൾ പരസ്യം, ഇന്ന് ഞാൻ കുർബാനയ്ക്ക് പോയിട്ടില്ല, ഇന്ന് ഉച്ചതിരിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകണം. അവന് രാവിലെ പലപ്പോഴും കുർബാനയ്ക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് എവിടെയാണോ കുർബാനയുള്ളത് അങ്ങോട്ട് പോകും. ഒരുപാട് തിരക്കുള്ള മനുഷ്യനാട്ടോ, ഒരുപാട് തിരക്കുള്ള വലിയൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ അവൻ കുർബാനയ്ക്ക് പോകും. ഇങ്ങനെ പോയി 10 വർഷം കഴിഞ്ഞു, 11. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ഞാൻ 2003 ധ്യാനം കൂടി, 2007 മുതൽ 6 മുതൽ ശുശ്രൂഷ ആരംഭിച്ച മനുഷ്യനാണ് ഞാൻ. 2006 മുതൽ ശുശ്രൂഷ ആരംഭിച്ച മനുഷ്യനാണ് അവൻ. ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ ദൈവത്തെ നല്ലവണ്ണം അറിഞ്ഞിട്ട്. ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ദൈവത്തെ അറിഞ്ഞു. അവൻ എന്ത് സംസാരിക്കുമ്പോഴും ദൈവിക കാര്യങ്ങളെ സംസാരിക്കൂ, എന്ത് കാര്യങ്ങളും. അങ്ങനെ 10 വർഷം കഴിഞ്ഞു, 11 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് 12ാം വർഷം അവന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു കൊടുത്തു? ഈ കൗണ്ട് കുറഞ്ഞ ഈ സുഹൃത്തിന്, ജീവിത പങ്കാളിയിൽ അവന് നല്ലൊരു മിടുക്കിയായ ഒരു പെൺകുട്ടി ഉണ്ടായി. കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത. കൗണ്ട് കുറഞ്ഞ സുഹൃത്തിന്, കൗണ്ട് ഒരിക്കലും വൈദ്യശാസ്ത്രം പറഞ്ഞു കുഞ്ഞുണ്ടാവില്ല, അവന് ദൈവം ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയെ കൊടുത്തു. അവിടുന്ന് 2-3 വർഷം കഴിഞ്ഞു. അപ്പൊ ഇവൻ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല, സമ്പത്ത് പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. അതിനേക്കാൾ ഉപരി അവനോട് ദൈവം കരുണ കാണിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പ്രവൃത്തിയിൽ. അവൻ ഈ ബിസിനസ് സ്ഥാപനത്തിൽ പോകുമ്പോൾ കയറി ഷട്ടർ വെക്കി കാലങ്ങട് വെക്കുമ്പോൾ അവിടെ നല്ല രൂപം ഇരിക്കുന്നുണ്ട്. അതുമ തൊട്ടുമുത്തും, ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടെയും തൊട്ടും. ആരാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്? 4 ദിശയിലും പോയിട്ട് തൊട്ടുമുത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നാണിച്ചു പോയിട്ടുണ്ട് എൻ്റെ അവസ്ഥ ഓർത്ത്. തൊട്ടുമുത്തും. ഇത് അതുപോലെ അവിടുന്ന് എഴുന്നേഞ്ഞ് ആ അവൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ തൊട്ടുമുത്തി. ഇത് ഹൃദയത്തിൽ ഒരു വിശ്വാസം രൂപപ്പെടുകയാണ്. ഇതൊക്കെ ആര് കാണും? സ്വർഗത്തിലെ ദൈവം കാണും. നിന്റെ ഹൃദയത്തിൽ ആരാണോ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിന്റെ ഹൃദയവും. മത്തായി 6:24. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നിക്ഷേപം നിന്റെ ഹൃദയത്തിൽ എന്താണോ നീ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നത്, നിന്റെ ഹൃദയം അതേ പ്രവർത്തിക്കൂ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവന്റെ ഹൃദയത്തിൽ ദൈവമായ കർത്താവ് കുടികൊള്ളുന്നുണ്ട്. ഞാൻ പോലും പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട് അവൻ്റെ മുന്നിൽ. ഞാൻ ഇതുപോലെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. കൗൺസിലിംഗ് ചെയ്യും, വചനം പറയും, പലതും ചെയ്യും. പക്ഷേ ഈ മകൻ ഇതൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ പലപ്പോഴും അവൻ്റെ മുന്നിൽ ചെറുതാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരമുയർത്തി പറ ഹല്ലേലൂയ. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം, ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. എന്നാൽ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനമോ കൊടുങ്കാറ്റുണ്ടായാലും ഇടിവെട്ടിയാലും ഭൂകമ്പമുണ്ടായാലും നീ ഉയർന്നു നിൽക്കും, പിടിച്ചു നിൽക്കും. കരമുയർത്തി പറ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. അവിടുന്ന് 2-3 വർഷം കഴിഞ്ഞു ഒരു പെൺകുട്ടിയെ കൊടുത്തു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ മിടുക്കനായ ഒരു ആൺകുട്ടിയെ കൊടുത്തു. 2 കുട്ടികളായി. കരമടിച്ചോ. ഇതാ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ അവൻ്റെ ഭാര്യ, 2ാമത്തെ മകന് ഒരു 3 വയസ്സോ 4 വയസ്സൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാ അവൻ്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. അടുത്ത മാസമാണ് പ്രസവത്തിൻ്റെ സമയം. നിങ്ങളൊന്ന് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ദൈവം തന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയാണ്. അവൻ്റെ ജീവിത പങ്കാളിക്ക് പ്രായം കുറച്ചായിട്ടുണ്ട്. ഇപ്പോൾ 42 വയസ്സായി. അപ്പോൾ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ട്. ഇവനും 47 വയസ്സായി. അപ്പോൾ 3ാമത്തെ കുഞ്ഞ് ഗർഭിണിയാണ്. ഇപ്പോൾ 9 മാസത്തിലേക്ക് കിടക്കുന്നു. 1-2 ആഴ്ചക്കകം ആ മകള് പ്രസവിക്കും 3ാമത്തെ കുഞ്ഞിനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ ബോംബ് പൊട്ടിച്ചു. എന്നോട് ഞാൻ നാണിച്ചു പോവാ അവൻ്റെ മുന്നിൽ. അവൻ പറയാണ്, എൻ്റെ 2ാമത്തെ മകനെ അച്ഛനാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അവനോട്, നീ ഇങ്ങനെ അച്ഛനാക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേരെ ജനിച്ച് വീഴുമ്പോഴേ മൊബൈലായിട്ടാണ് വരണത്.
അമ്മയുടെ ഉദരത്തുനിന്ന് വരുമ്പോഴേ മറ്റേ ആൻഡ്രോയിഡ് മൊബൈലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് അച്ഛനാക്കാൻ പറ്റും, നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. കാണിച്ചു പോയി അവൻ്റെ മറുപടി കേട്ടിട്ട് അവൻ പറയാണ്, ബ്രദറെ, ഞാൻ അവനെ ഒരു ദിവസം തിരുഹൃദയത്തിൻ്റെ മുന്നിൽ വീട്ടിൽ നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ഞാൻ അച്ഛനാക്കണമെന്ന് ആഗ്രഹിക്കണം. ആരാണ് ഇവരിത് പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെ പറയാൻ ആരാണ് ഇവരിത് പറഞ്ഞു കൊടുത്തത്? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം അതിവേഗം ഉയർന്നു പോകും, ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. പരിശുദ്ധമ്മ കാവലുണ്ടാവും, പരിശുദ്ധമ്മ കാവലുണ്ടാവും. ആ ഭവനത്തില് ദൂതഗണങ്ങൾ കാവലുണ്ടാവും. സ്വർഗീയ ദൂതന്മാരെ, അവന്റെ ആപത്ത് പിശാച് അവന് ആപത്ത് കൊടുക്കും. പക്ഷെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൂതന്മാരെ അയക്കും. വിശുദ്ധ മിഖായേലിനെ അയക്കും, വിശുദ്ധ ഗബ്രിയേലിനെ അയക്കും, വിശുദ്ധ റഫായേലിനെ അയക്കും. ലക്ഷക്കണക്കിന് മാലാഖമാർ വേറെയുണ്ട്. ആവശ്യമുള്ള മാലാഖമാരെ, ആവശ്യമുള്ള ദൂതന്മാരെ ദൈവം തെരഞ്ഞെടുത്ത് വേദനിക്കുന്ന നിമിഷത്തിൽ, സഹനങ്ങളുടെ നിമിഷത്തിൽ താങ്ങായി ദൈവം അവിടുന്ന് സമയാസമയങ്ങളിൽ ആവശ്യമുള്ള ദൂതന്മാരെ ദൈവം അയക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കരമടിച്ച്. മൂന്നാമത്തെ ഗർഭിണിയായ മകള് ഇതൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അവൻ പറയണത്, ആരൊക്കെ അവനോട് പറഞ്ഞു, പ്രസവം നിർത്തണം, ഭാര്യയ്ക്ക് 42 വയസ്സായി, പ്രസവം നിർത്തണം. അവൻ തീരുമാനിച്ചിട്ടില്ല പ്രസവം നിർത്തണം. കാരണം അത് ദൈവേഷ്ടമല്ല. ദൈവം തന്നാലേ നമുക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പലരും കുഞ്ഞുങ്ങളെ നിർത്തിക്കളഞ്ഞതിന് ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തതിന് വേദനിക്കുന്ന ആരൊക്കെ ഇവിടെ ഇരുന്നിട്ട് വേദനിക്കുന്നുണ്ട് ഈ നിമിഷം. അപ്പോൾ രണ്ടാമത്തെ മകൻ ആൺകുട്ടിയാണ്. അപ്പോൾ പറയാണ്, ഇനി എനിക്ക് ചിലപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാവുക, അപ്പോൾ നീ അച്ഛനായിക്കോ. ഇപ്പോൾ ഉള്ള മൂത്ത മകൻ, രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി, അവനോട് പറയും നീ അച്ഛനായിക്കോ. അപ്പോൾ അവന് ഒരാഴ്ചയിൽ 2 വൈദികരുടെ അടുത്തെങ്കിലും വെറുതെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഇവിടേക്ക് വരും, ചിലപ്പോൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോകും, അല്ലെങ്കിൽ ഏതോ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ധ്യാന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഇടവക പള്ളി പോകും, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ പോകും. അവിടെ പോയിട്ട് ഏതെങ്കിലും അച്ഛനെ കണ്ട അപ്പോൾ അവനെ കൊണ്ടുപോയി, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് ആ കൈ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ ഭവനം. എനിക്ക് കഴിയുന്നില്ല കേട്ടോ, അവനത് കഴിയുന്നുണ്ട്. ഒന്നും പഠിച്ചിട്ടില്ല അവൻ, ഒരു ബൈബിളും പഠിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, മലയാളം ബൈബിൾ വായിക്കാൻ പോലും പറ്റില്ല. അത് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷ് ബൈബിൾ, അതൊന്നും അവൻ വായിക്കണില്ല. ആരാണാവോ അവനത് പറഞ്ഞു കൊടുത്തത്? ആരാണാവോ അവനത് പറഞ്ഞു കൊടുത്തത്? അവൻ പറയണത്, ഞാൻ പറഞ്ഞുടാ, നീ ഈ കാലഘട്ടത്തിലെ പിള്ളേരെ അച്ഛനാവണമെന്നൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് ആഗ്രഹിക്കരുത്, ഞാൻ വെറുതെ ചോദിച്ചതാ, തോട്ടിയിട്ടതാ. അപ്പോൾ അവൻ പറഞ്ഞു, അതല്ല ബ്രദറെ, എൻ്റെ ആഗ്രഹം അതാണ്, ദൈവം അത് സാധിച്ചു തരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ആ മകൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമോ? കൊടുക്കും. അപ്പം അതിനാണ് അവൻ പറയണത്, അതാണ് എനിക്ക് മൂന്നാമത് കുഞ്ഞ് എൻ്റെ ജീവിത പങ്കാളി ഗർഭിണിയായപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഈ മകനെ വൈദികനാക്കും. എന്നിട്ട് ഇന്നാൾ ചിരിച്ചിട്ട് എന്നോട് പറയാണ്, എൻ്റെ മൂത്ത മകള്, അവൾ ഭയങ്കര മിടുക്കിയ. കാരണം ദൈവം കൊടുത്ത മക്കളല്ലേ, ഒരു പ്രത്യേക റേഞ്ചാവും. അപ്പോൾ 12 കൊല്ലം കാത്തിരുന്ന് കിട്ടിയതാ. അപ്പോൾ മൂത്ത മകള് ഭയങ്കര മിടുക്കിയാണ് അവൾ. അപ്പോൾ അവളോടൊരു ദിവസം ചിരിച്ചിട്ട് പറയാണ്, നിനക്ക് വേണമെങ്കിൽ ഇവനെ ഞാൻ അച്ഛനാക്കാൻ പോവാണ്, നിനക്ക് വേണമെങ്കിൽ കന്യാസ്ത്രീ ആവാട്ടോ. അപ്പോൾ അവന് ഇനി കുഞ്ഞുങ്ങളുണ്ടായിട്ട് കുറേ കാശുണ്ടാക്കി ആർഭാടവും പ്രതാപവും ഒന്നല്ല അവൻ്റെ ചിന്ത. നിനക്കും ആവാം, എനിക്ക് മൂന്നാമതൊരു കുഞ്ഞ് തരുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പറയുമ്പോഴേ ഈ മൂന്നാമത്തെ പ്രസവം സ്മൂത്താവും. കാരണം ദൈവത്തിൻ്റെ കരുതല് ആ കുടുംബത്തിനുണ്ടാവും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് അത് ആ കരുതലുണ്ടാവും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. കരമുയർത്തി ഹല്ലേലൂയ. ഏതാ വചനം? റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും. എന്നാൽ ചിലർ ധ്യാനം കൂടാൻ പോകണം കണ്ടിട്ടുണ്ട്. ഇന്നാളൊരു സഹോദരി ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ പോകാൻ കാരണമുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ തെക്ക് വശത്തുള്ള ഒരു കുടുംബത്തിലൊരു സഹോദരിയാണ്. തൃശ്ശൂർ ജില്ലയുടെ എറണാകുളം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്തെ ഒരു സഹോദരി. ഈ സഹോദരിക്ക് ഒരു ഭയങ്കര ഉന്നത കുലത്തിൽ പിറന്ന സഹോദരിയാണ്. ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഈ ഭർത്താവിനൊരു ക്രിമിനൽ വക്കീലാണ് അദ്ദേഹം. ഭർത്താവ് ക്രിമിനൽ വക്കീലാണ്. അദ്ദേഹത്തിനൊരു ദോഷമുണ്ട്, അദ്ദേഹം നന്നായി മദ്യം കഴിക്കും. വക്കീൽ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ വീട്ടിൽ ഇരുന്ന് മദ്യം കുടിക്കലാണ് ആളുടെ പണി.
അത് ചെറിയ മദ്യമൊന്നുമല്ല, വലിയ വിലയുള്ള മദ്യം കഴിച്ച് ആൾക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഭാര്യ കരഞ്ഞ് പ്രാർത്ഥിച്ചു മദ്യപാനം നിർത്താൻ വേണ്ടി. ഏതാനും വർഷം മുമ്പുണ്ടായ ഒരു കാര്യമാണ്. ഡിവൈനിൽ പോയി ഈ ചേച്ചി ഒറ്റയ്ക്ക് പോയി. ഭർത്താവ് വിളിച്ചാൽ വരില്ല, കാരണം ബുദ്ധി കൊണ്ട് ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്. അപ്പോൾ ബുദ്ധിക്കിട്ട് കളിക്കണം. കാരണം കർത്താവിൻ്റെ കാര്യവും ധ്യാനത്തിൻ്റെ കാര്യവും യേശുവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കളിയാക്കും. അപ്പോൾ ഈ സഹോദരി ഒറ്റയ്ക്ക് ധ്യാനത്തിന് പോയി. ഡിവൈനിലാണ് പോയത്. പനക്കലച്ചനൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്തു, നീ ഇടവിടാതെ നീ പ്രാർത്ഥിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കും, എന്നിട്ട് ഭർത്താവിന് മാനസാന്തരമുണ്ട്. അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം നിർബന്ധത്തിന് വഴി ഇദ്ദേഹത്തിന് മദ്യം കൂടി അവസാനം എന്തായി എന്നറിയാം, വീട്ടിൽ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് കുടിക്കാൻ തുടങ്ങി. അതായത് വീട് ബാറായി. വീട് ബാറാവണമെങ്കിൽ സുഹൃത്തുക്കൾ കൊണ്ടുവരൊന്നും വേണ്ട, വീട്ടിൽ ബാറ്, അതായത് മദ്യം വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ പേരെന്താണ്? ബാറ്. ഈ വീട്ടിൽ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കുടിക്കൊന്നും വേണ്ട, വീട്ടിൽ മദ്യം ഒരു പെഗ്ഗാണ് സൂക്ഷിച്ചത്. ശരിയാണ്. വീട്ടിൽ മദ്യം സൂക്ഷിക്കുന്ന വീടാണോ നിന്റെ വീടെങ്കിൽ ആ വീടിൻ്റെ പേര് ബാർ എന്നാണ്. ഞാൻ ഇന്നാളൊരു വീട് മാറ്റത്തിന് പോയി. 1.25 കോടി, ഏകദേശം 2 കോടി രൂപ ചിലവാക്കിയിട്ടുള്ള മനോഹരമായൊരു വീട്. അത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, 2 കോടി രൂപ ചിലവാക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം പണിയുമ്പോൾ വീട് എങ്ങനെ ഉണ്ടാവുന്നു. ഹൗസ് വാമിങ്ങിന് പോയി. എനിക്ക് സങ്കടം വന്നു. വലിയ മാതാവിൻ്റെ ഈശോയുടെ ഫോട്ടോ ഒക്കെ തിരുഹൃദയത്തിൻ്റെ ഒക്കെ ഫോട്ടോ കയറി വരണടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ ബാക്കിലെ സൈഡിലെ റൂമിൽ ബാറും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാറും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടം വന്നു, എനിക്ക് സങ്കടം വന്നു. ഞാനൊന്നും പറഞ്ഞ കൂട്ടാക്കുന്ന ആളുകളല്ല. ഞാൻ എത്രയും മനോഹരമായി, പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ മനുഷ്യൻ്റെ ജീവിത പങ്കാളി നന്നായി പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം ഇതാണ്, ആ ജീവിത പങ്കാളിക്ക് എന്നൊരു രോഗമാണ്. ഈ മനുഷ്യൻ്റെ ഭാര്യ 2 കോടിയുടെ വീടാണ് പണിതത്. ഭാര്യ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്ന സഹോദരി അവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ദൈവം അതിന് മാറ്റം കൊടുക്കും, ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കും. ചിലപ്പോൾ അനുസരിക്കാതെ വരുമ്പോൾ ദൈവം എന്താ കൊടുക്കുക? നല്ലൊരു പെട അനുവദിക്കും, നല്ലൊരു അടി അനുവദിക്കും, എളിമപ്പെടാനാ. അങ്ങനെ എളിമപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ ഈ അനുസരണം പാലിച്ചാൽ, വിശുദ്ധി പാലിച്ചാൽ, വിശ്വാസം വർദ്ധിപ്പിച്ചാൽ, വിശുദ്ധി പാലിച്ചാൽ, എളിമ ഹൃദയത്തിൽ എഴുതിയിട്ടാൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ എളിമ നിറച്ചാൽ നിനക്ക് സഹനം കുറയും. ഇതെൻ്റെ കണ്ടുപിടുത്തമല്ല, പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനം കൂടുന്നത് ആലോചിച്ചോ? നമ്മുടെ ജീവിതത്തിൽ സഹനം കൂടുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനം എന്താണ്? നമുക്ക് എളിമയുണ്ടാവില്ല, നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടാവില്ല, നമുക്ക് വിശുദ്ധി ഉണ്ടാവില്ല. ഇതിൽ 3 എണ്ണവും ചിലപ്പോൾ തകർന്നു കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും 2 എണ്ണം തകർന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല തകർന്നിട്ടുണ്ടാവും. ആ തകർന്ന മേഖലയെ വൃത്തിയാക്കാൻ വേണ്ടി ദൈവം അനുവദിക്കും സഹനം. ഈ 3 മേഖലയും നീ ക്ലിയർ ആണെങ്കിൽ നിനക്ക് ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളില്ലാതെ പോകും. നിനക്ക് സഹനം വേണ്ട, അല്ലാതെ തന്നെ നീ നല്ല രീതിയിലാണ് പോകുന്നത്. എളിമയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും. എഴുതിയിട്ടോ ഹൃദയത്തിലെ 3 കാര്യങ്ങൾ: എളിമ, വിശ്വാസം, വിശുദ്ധി. വിശുദ്ധിയുടെ പേര് അനുസരണമെന്നാ. അനുസരണമുള്ളവർക്കാ വിശുദ്ധി കിട്ടുക. നുണ പറയാത്തവർക്കാ, നാവിനെ അനാവശ്യമായി ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കിട്ടില്ല. നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവർക്കാണ് വിശ്വാസം വർദ്ധിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം പറയുക, നാവ് കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം പറയുക. അപ്പോൾ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. വലിയ വലിയ മഹത്വം പറച്ചിൽ ഒഴിവാക്കിയാൽ നമുക്ക് എളിമ വരാൻ തുടങ്ങും. വലിയ വലിയ കാര്യങ്ങൾ. എന്നോടൊരു ആത്മാവ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളെ ഓർത്ത് വലിപ്പം പറയുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? മക്കളുടെ പഠനം, മക്കളുടെ ആരോഗ്യം, മക്കളുടെ ശരീരം, മക്കളുടെ ബുദ്ധി, മക്കൾ ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, മക്കൾ പ്രസംഗിക്കും, മക്കൾ ഭയങ്കര കമ്പ്യൂട്ടർ ഉപയോഗിക്കും, മക്കൾ ഭയങ്കര മൊബൈൽ ഉപയോഗിക്കും, ഭയങ്കര ബുദ്ധിയാണ് അങ്ങനെ പറഞ്ഞു നടക്കുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? മക്കളെക്കുറിച്ച് വലുപ്പം പറഞ്ഞവരുണ്ടോ? അടിക്കടി സഹനങ്ങൾ ഉണ്ടാവും കേട്ടോ, അടിക്കടി സഹനങ്ങൾ ഉണ്ടാവും. കാത്തിരുന്നോ? എത്ര കണ്ട് നമ്മൾ മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് വലിപ്പം പറയുന്നുണ്ടോ അത്ര കണ്ട് സഹനത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണ് ആ സംസാരം. നമ്മുടെ കുടുംബത്തിലേക്ക് സഹനങ്ങളെ ക്ഷണിച്ചു വരുത്തും. കരമുയർത്തി പറ ഹല്ലേലൂയ, കരങ്ങൾ വീശി പറ ഹല്ലേലൂയ.
എത്ര കണ്ട് ഈ കാലഘട്ടത്തിൽ മക്കളെക്കുറിച്ച് വലിപ്പം പറയുന്നുണ്ടോ? പരിശുദ്ധ അമ്മ മക്കളെക്കുറിച്ച് ഒരു വലിപ്പം പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരാളെ വേലിയുമ കയറ്റി നിർത്തിയിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. ചേച്ചി ധ്യാനത്തിന് പോയി ഭർത്താവിൻ്റെ മദ്യപാനം നിയന്ത്രിക്കാൻ. ഇവിടെ ശ്രദ്ധിക്കുക, ചേച്ചി ധ്യാനത്തിന് പോയി ഭർത്താവിൻ്റെ മദ്യപാനം നിയന്ത്രിക്കാൻ. പനക്കലച്ചൻ പ്രാർത്ഥന കൊടുത്ത് വിട്ടു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ ആളുകളുടെ കൂടി, വീടുകളിലെ സുഹൃത്തുക്കൾ കൂടി വന്ന് കൂടിയിരുന്ന് നല്ല ആഘോഷമായ മദ്യപാനം കൂടിപ്പോയി. ഈ സ്ത്രീ വീണ്ടും ധ്യാനത്തിന് പോയി കരഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഇന്ന രീതിയിൽ പ്രാർത്ഥിക്ക്, ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഈ ജീവിത പങ്കാളിക്ക് ഒരു രോഗം പിടിപെട്ടു. മദ്യപാനിയായ ക്രിമിനൽ വക്കീലായ ആഢ്യത്വവും സമ്പത്തുമുള്ള അഭിമാനവും വിദ്യാഭ്യാസവുമുള്ള ഈ വക്കീലിന് ഒരു രോഗം വന്നപ്പോൾ വക്കീൽ പകച്ചു. വക്കീൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ധ്യാനത്തിന് പോകാൻ പറഞ്ഞപ്പോൾ മുമ്പ് ധ്യാനത്തിന് വിളിച്ചപ്പോൾ നീ പൊക്കോ ഞാനില്ലെന്ന് പറഞ്ഞ വക്കീൽ ഒരു ദിവസം വന്നിട്ട് പറയണ നമുക്ക് ധ്യാനത്തിന് പോകാടി. അങ്ങനെ ധ്യാനത്തിന് പോയി. 2 പേരും ചേർന്ന് ധ്യാനത്തിന് പോയി. ഒരു ഇടി കിട്ടിയപ്പോൾ അവൻ കീഴ്പ്പെട്ടു. നല്ലൊരു ഇടി കിട്ടി, കീഴ്പ്പെട്ടു. ധ്യാനത്തിന് പോയി. അത്ഭുതകരമായി ഈ രോഗസൗഖ്യം ഈ മകനുണ്ടായിട്ടോ. ധ്യാനം കഴിഞ്ഞ് ഈ രോഗസൗഖ്യം ഉണ്ടായി. അത് ഒരു ധ്യാനത്തിന് പോയി തിരിച്ചു വന്നു. 2ാമത്തെ രോഗസൗഖ്യം ഉണ്ടാവാൻ വേണ്ടി വീണ്ടും 2 പേരും ചേർന്ന് ഒരു ധ്യാനത്തിന് കൂടി പോയി. അതിലിങ്ങോര് ഓക്കെ. അങ്ങനെ 2 പേര് ഭാര്യയും ഭർത്താവും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് പനക്കലച്ചൻ പറഞ്ഞു കൊടുത്തു, നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ, ഭാര്യ കൂടിയുള്ളപ്പോഴല്ല, ഒറ്റയ്ക്ക് കണ്ടപ്പോൾ സഹോദരൻ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യമൊക്കെ എടുത്തിട്ട് കളയണം. ഇനി ആ വീട്ടിൽ മദ്യം പാടില്ല, മദ്യം പ്രവേശിപ്പിക്കരുത്, ആരെയും വീട്ടിൽ വിളിച്ചു വരുത്തി മദ്യം കൊടുക്കരുത്, വീട്ടിൽ മദ്യം സൂക്ഷിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അവൻ കൃത്യമായിട്ടത് പാലിച്ചു. എളിമ നിറയാൻ തുടങ്ങി. ഈ ക്രിമിനൽ വക്കീലിന് ബുദ്ധി അവൻ മാറ്റിവെച്ചു. അവൻ്റെ ഹൃദയത്തിലേക്ക് എളിമയെ ചേർത്ത് നിർത്താൻ തുടങ്ങി. വീട്ടിൽ വന്നിട്ട് അവൻ ഭാര്യ പോലും കാണാതെ സൂക്ഷിച്ചു വെച്ച വില കൂടിയ മദ്യക്കുപ്പികളുണ്ടായിരുന്നു. വില കൂടി 25,000 രൂപയുടെയും 15,000 രൂപയുടെയും ഒക്കെ ബോട്ടിലുകളാണ്. സാമ്പത്തിക ശേഷിയുള്ളവനാ. വലിയ റാക്കിലിങ്ങനെ പരത്തി വെച്ചിരിക്കുക. അത് ഓരോന്നെടുത്ത് അവർ ധ്യാനം കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങി. നേരം വെളുക്കുമ്പോൾ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുക ഭാര്യ. അപ്പോൾ ഭർത്താവ് എണീറ്റ് വന്നിട്ട് വാഷ് ബേസിനിൽ എന്തോ ഒഴിക്കണ ശബ്ദവും പൊട്ടിക്കണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടിട്ടാണ് ഭാര്യ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഭാര്യ പുറത്തേക്ക് വന്ന് ഈ കയ്യിൽ എന്തോ ചട്ടക എന്തൊക്കെയുണ്ട്, അടുക്കള പണിയുടെ നേരാണ്. അപ്പോൾ തുണിയൊക്കെ സാരിയുടെ തലയൊക്കെ കയറ്റി കുത്തിയിട്ടാണ് മൂപ്പര് വരണത്. വന്നിട്ട് നോക്കിയിട്ട് ഹോളിൽ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, വില കൂടിയ മദ്യക്കുപ്പികളൊക്കെ താഴ്ത്ത് ഇറക്കി വെച്ചിട്ട്, ടേബിളും ഇറക്കി വെച്ചിട്ട് അതിൽ ഓരോന്നെടുത്ത് പൊട്ടിച്ചിട്ട് വാഷ് ബേസിനിൽ ഒഴിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് ഭാര്യ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഓ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ എന്നല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞത്. ഇത് കണ്ടിട്ട് ഭാര്യയുടെ കണ്ണങ്ങോട്ട് തള്ളിയിട്ട് നോക്കി. ഭാര്യയ്ക്കറിയാം ഇതിന് 25,000 രൂപയുടെ ബോട്ടിലുണ്ട്, അതിൽ 15,000 രൂപയുടെ ബോട്ടിലുണ്ട്. മനുഷ്യ, തനിക്ക് വിവരമല്ലേ? ഈ വില കൂടിയ മദ്യക്കുപ്പി ഒഴിച്ചു കളയാൻ തക്കവണ്ണം വിഡ്ഢിയാണോ താൻ? അപ്പോൾ ഇടീ പനക്കലച്ചൻ പറഞ്ഞില്ലടി ഇതൊക്കെ ഒഴിച്ചു കളയാൻ, അതല്ലടി ഞാൻ ചെയ്യുന്നത്. മനുഷ്യ, തനിക്ക് വിവരമില്ല, താൻ കുടിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇത് തൻ്റെ അളിയന് കൊടുത്തിട്ട് കാശ് മേടിച്ചേക്ക്. അളിയന് കുഴപ്പമില്ല. ആർക്ക് കൊടുക്കാൻ? അളിയൻ ആരാ? അയാളുടെ പെങ്ങളുടെ ഭർത്താവ് നശിച്ചോട്ടെ, നാത്തൂൻ്റെ ഭർത്താവ് നശിച്ചോട്ടെ. ഇത് അളിയന് കൊടുത്തൂടെ? ഇത് അളിയന് കൊടുത്തൂടെ? ഇത് നിന്നോട് ഭർത്താവിനോട് കുടിക്കേണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് ഇങ്ങനത്തെ മാനസാന്തരമാണോ വേണ്ടത്? ഇതാണോ മാനസാന്തരം? ഇതാണോ കുടുംബങ്ങളിൽ? അതായത് ഇന്നുവരെ മദ്യപാനം നടത്തരുതെന്ന് പ്രാർത്ഥിച്ച ഈ സഹോദരി, ഭർത്താവ് അത് അനുസരിച്ചു. ഭർത്താവ് വില കൂടിയ മദ്യം ഒഴിച്ചു കളയുമ്പോൾ ഭാര്യ ചീറ്റുകയാണ്. നിങ്ങൾ എന്ത് മണ്ടനാ ഇത്? അതായത് കള്ള് കച്ചവടം ചെയ്തോളാൻ ഭാര്യ പറഞ്ഞു കൊടുക്കുക ഭർത്താവിനോട്, നിങ്ങൾ കള്ള് കുടിക്കരുത്, കള്ള് കച്ചവടം ചെയ്തോ, കള്ള് കുടിക്കരുത്. അപ്പോൾ ഇവിടെ ഈ ഭാര്യയുടെ ചിന്ത എന്താ? നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിച്ചോ, നാട്ടുകാരെ കാണിക്കാതെ കുടിച്ചോ, അതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ വേണമെങ്കിൽ മദ്യം വിറ്റോ, കുഴപ്പമില്ല. കോട്ട കിട്ടുന്ന ആളുകൾ, മിലിറ്ററിക്കാർ കോട്ട കിട്ടും, അവർ കുടിക്കില്ല. ചിലർ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാ കച്ചവടം. ചില വീട്ടിൽ ഭാര്യ എതിരാ, ഭർത്താവ് കച്ചവടം ചെയ്യും, കള്ള് കച്ചവടം. കോട്ട കിട്ടുന്ന കള്ള് വില കൂടിയിട്ട് ആൾക്കാർക്ക് വിൽക്കുക. ബാറാണ് നടത്തണേ കേട്ടോ. ഇതിൻ്റെ പേര് കള്ള് കച്ചവടം എന്നാ.
ബ്രാൻഡി ഷാപ്പ് നടത്തുന്നതിന് തുല്യമാണ്. ബിവറേജസ് കോർപ്പറേഷനാണ് വീട്. പല വീടുകളിൽ നിന്ന് ബിവറേജാ. കോട്ട കെട്ടുക, വെക്കുക. അപ്പൊ ദൈവത്തിന്റെ ശക്തി നിന്റെ വീട്ടിലേക്ക് വരാത്തതിന്റെ കാരണങ്ങളാണിതൊക്കെ. കരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സഹോദരി ചിന്തിച്ചത് ഇതാണ്, എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി. നമ്മളിപ്പോൾ ഇത്ര വലിയ കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. നിങ്ങൾ വേണമെങ്കിൽ ആരും അറിയാതെ കുറച്ച് കുടിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾ കുടിച്ച് കൊളാക്കരുത്, ആളുകളെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിപ്പിക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലെ മാന്യതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് വൃത്തികേടും ചെയ്യും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് മറിയം ബൈബിളിൽ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്? നമ്മളാണെങ്കിൽ അനാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ സംസാരിക്കുന്നവരാ. ബൈബിളിൽ മറിയം എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? മറിയം സംസാരിച്ച ഭാഗം ബൈബിളിൽ ഏതൊക്കെയാണ്? കോട്ടിംഗ് ഒന്നും പറയണ്ട, എവിടേക്കാണെന്ന സാഹചര്യം പറഞ്ഞാൽ മതി. കാനായിലെ കല്യാണ വിരുന്നില് മറിയം സംസാരിച്ചിട്ടുണ്ട്, ഇവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ 2:4, 2:3. യോഹന്നാൻ 2 രണ്ടാമത്തെ വചനം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഈശോയോട് പറയുന്നുണ്ട്, മകനെ ഇവർക്ക് വീഞ്ഞില്ല. അത് അവസാനം സംസാരിച്ചതാ. അതിനുശേഷം മറിയം മിണ്ടിയിട്ടില്ല. അതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇതാ ദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതാണ് മറിയം ബൈബിളിൽ ആദ്യം പറഞ്ഞ വാക്ക്. ബൈബിളിൽ മറിയം ആദ്യം പറഞ്ഞ വാക്ക് അതാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ആദ്യം പറഞ്ഞത് അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വചനം. ഇങ്ങനെ പറഞ്ഞത്, ദൂതൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ, അല്ല അതിന് മുമ്പ് 1:34 പറഞ്ഞു. 1:34 അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു വാക്ക് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതാണ് ആദ്യം പറഞ്ഞ വാക്ക്. രണ്ടാമത്തതാണിത്. അപ്പോൾ ആദ്യം ദൈവം പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷൻ. ഞാൻ 1:34 വായിക്കാം. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതാണ് ബൈബിളിൽ മറിയം ആദ്യം പറഞ്ഞ വാക്ക്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ലൂക്ക 1:34 മറിയം ആദ്യം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ദൂതനെ അറിയുന്നില്ലല്ലോ. രണ്ടാമത്തത് മറിയം സംസാരിച്ചത് ബൈബിളിൽ എവിടെയാ? സാഹചര്യം പറഞ്ഞാൽ മതി. ഏത് വീട്ടിൽ വെച്ചാ? എലിസബത്തിനെ കാണാൻ പോയി. എലിസബത്തിനെ കാണാൻ പോയപ്പോൾ എലിസബത്തിനൊരു അഭിവാദനം അങ്ങോട്ട് എറിഞ്ഞിട്ടെടുത്തു. അഭിവാദന സ്വരം കേട്ടപ്പോഴാണ് എലിസബത്ത് പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അരികിൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. കരമുയർത്തി ഹല്ലേലൂയ. അത് ലൂക്ക 1:40. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നതിന് മുമ്പ് മറിയം അഭിവാദനം ചെയ്തു. ആ വീട്ടിൽ കയറുമ്പോഴേ അഭിവാദനം ചെയ്തു. രണ്ടാമത് സംസാരിച്ചത്. ഇനി മൂന്നാമത് സംസാരിച്ചത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മറിയം ബൈബിളിൽ നാലാമതാണ് കാനായിലെ കല്യാണത്തിന് സംസാരിച്ചു. ഇവർക്ക് വീഞ്ഞില്ല. മൂന്നാമത് സംസാരിച്ചത് എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? 12 വയസ്സിൽ കാണാതായപ്പോ മറിയം അവിടെ ഇവരെ അന്വേഷിച്ചിട്ട് 3 ദിവസം വഴി പിന്നിട്ടല്ലോ. എന്നിട്ട് തിരിച്ചു ചെന്നിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ വലിയ വലിയ ആളുകളോട് തർക്കിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു കാര്യം രഹസ്യം മനസ്സിലാക്കണം. ഈശോയിൽ എന്തൊക്കെ പ്രകൃതി ഉണ്ടെന്ന് അറിയോ? ഈശോയിൽ ഒരു രഹസ്യമാണിത്. ഈശോയിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈശോയിൽ എന്തൊക്കെ പ്രകൃതി ഉണ്ടെന്ന് അറിയോ? 2 പ്രകൃതിയുണ്ട്. ഒന്ന് മനുഷ്യപ്രകൃതി, പിന്നെ വേറൊരു പ്രകൃതിയുണ്ട്. ആ പ്രകൃതിയുടെ പേരെന്താണ്? നിങ്ങൾക്കറിയാം, ദൈവപ്രകൃതി. ഈശോയിൽ ദൈവപ്രകൃതിയുമുണ്ട്, മനുഷ്യപ്രകൃതിയുമുണ്ട്. അപ്പോൾ ഉപാധ്യായന്മാരുടെ ഇടയിൽ ഈശോ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയിലെ ഏത് പ്രകൃതിയായിരുന്നു അവിടെ? 12 വയസ്സുള്ള മനുഷ്യന്റെ പ്രകൃതിയാണോ സംസാരിച്ചത്? അല്ല. ദൈവപ്രകൃതിയുള്ള ഈശോ, ദൈവിക രഹസ്യങ്ങൾ അറിയുന്ന ഈശോ, ആ ദൈവപ്രകൃതിയിലാണ് ആ തന്നേക്കാൾ വലിയ വലിയ പണ്ഡിതന്മാരോട് തർക്കിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ടാ മറിയവും യോസേപ്പും അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ മറിയം ചോദിക്കുകയാണ്, മകനെ, നീ ഞങ്ങളോടിത് ചെയ്തത് എന്ത്? 4ാമത്തെ സംസാരമാണ്, 4ാമത്തെ സാഹചര്യം. സംസാരിക്കുന്നതിൻ്റെ 4ാമത്തെ സാഹചര്യം. 4ാമത്തെ കാനായിലാണ്. 3ാമത്തെ, മോനെ, നീ ഞങ്ങളോടിത് ചെയ്തത് എന്ത്? ഞാനും നിന്റെ പിതാവും. അല്ല, അങ്ങനെയാണോ? ഉറപ്പുണ്ടോ?
ദേ പറയണ ഇവിടെ ഒരു സഹോദരി, നിന്റെ പിതാവും ഞാനും. നമ്മളാണ് ചേച്ചിമാരോട് പറയണത്. ചേച്ചിമാരുടെ മകൻ കാണാണ്ടായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി ചേച്ചിയും ചേട്ടനും ഉണ്ട്. അവിടെ ചെന്നിട്ട് ചേച്ചി എന്താ പറയുക? മോനെ ഞാനും നിന്റെ അപ്പനും. നമ്മളെങ്ങനെ പറയും? ഞാനും നിന്റെ അപ്പനും. പക്ഷെ മറിയ എന്താ പറഞ്ഞത്? ആർക്ക് അംഗീകാരം കൂടുതൽ കൊടുത്തു? നിന്റെ പിതാവും ഞാനും. നിന്റെ പിതാവും ഞാനും. അതായത് ലൂക്ക 2:48 വായിക്കാം. 2:48 ഇങ്ങനെ പറയുന്നത്, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഈ സംസാരത്തിൽ നിന്ന് മാതാവിൻ്റെ ഏത് സ്വഭാവമാണ് നിങ്ങൾ പഠിച്ചത്? ഈ വാക്കുകൾ, നിന്റെ പിതാവും ഞാനും. യൗസേപ്പ് പിതാവ് ഒരു വളർത്തച്ഛനാ. മറിയമാണ് ഈശോയ്ക്ക് ശരീരം കൊടുത്തത്. മറിയമാണ് ഈശോയ്ക്ക് രക്തം കൊടുത്തത്. യൗസേപ്പ് പിതാവിനേക്കാൾ കൂടുതൽ റോള് മറിയത്തിനുണ്ട്. മറിയമാണ് സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ട വത്സല കന്യക, സ്ത്രീ. കാനായിലും സ്ത്രീ എന്ന് വിളിച്ച് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, സ്ത്രീ ഏതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. അവസാനം പരിശുദ്ധാത്മാവ് വെളിപാടിലും പറഞ്ഞു, സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അതായത് ചുരിദാറ്, മറിയത്തിന്റെ ചുരിദാറ് സൂര്യൻ. മറിയത്തിന്റെ ചെരുപ്പാര? പാദപീഠങ്ങൾക്കടിയിൽ ചന്ദ്രൻ. അതായത് ചെരുപ്പ് ചന്ദ്രനും ചുരിദാർ സൂര്യനും. ചില്ലറക്കളിയാണോ മറിയം? അപ്പൊ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ച വത്സല കന്യക, അനാദി മുതലേ സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ട മകൾ. ആ മകള് യൗസേപ്പിനെ മുന്നിൽ നിർത്തി പറയാണ്, ഞാനും നിന്റെ പിതാവും എന്നാണ് പറയേണ്ടത്. പക്ഷെ അവിടെ മറിയം പറയാണ്, തൻ്റെ ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട്, ഭർത്താവിന് ഉന്നത സ്ഥാനം കൊടുത്തുകൊണ്ട് പറയാണ്, നിന്റെ പിതാവും ഞാനും. കുടുംബങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ സജീവ ശ്രദ്ധയുണ്ടാവും. കരമുയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പഴയ നിയമത്തിലെ ഈശോയുടെ പേരെന്താ? ബൈബിളിലുണ്ടത്. ഈ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ചത് എന്താണെന്നറിയോ? എന്താ നിക്ഷേപിച്ചത്? വചനം. വചനം മാംസം ധരിച്ചിട്ട് ആരായി? വചനം മാംസം ധരിച്ചിട്ട് ആരായി? വചനം മാംസം ധരിച്ചിട്ട് ആരായി? ഈശോ ആയി. അപ്പോ ഈശോയുടെ പുതിയ നിയമത്തിലെ പേരാണ് ഈശോ, പഴയ നിയമത്തിലെ പേരാണ് വചനം. അപ്പൊ ഈ വിശുദ്ധ ഗ്രന്ഥം എന്താണ്? വചനമാണ്, ഈശോ ആണ്. ഇത് പഴയ നിയമത്തിലെ ഈശോ. അങ്ങനെയല്ല, ഈ വചനവും ഈശോയും ഒന്നാണ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാ? ഈ വചനത്തിന് ഈശോ എന്ന് വിളിക്കാനുള്ള ശരീരം കൊടുത്തതാരാ? ഈ വചനമാകുന്ന ദൈവത്തിന് ഈശോ എന്ന് വിളിക്കാൻ, മനുഷ്യപ്രകൃതിയിൽ ഈശോ എന്ന് വിളിക്കാൻ അവന് ശരീരം കൊടുത്തതാരാ? ആരാ ശരീരം കൊടുത്തത്? പരിശുദ്ധ കന്യകാമറിയം. അവൻ ആരാ രക്തം കൊടുത്തത്? പരിശുദ്ധ കന്യകാമറിയം. മറിയത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റുമോ? അടർത്തി മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് ആ സ്വർഗത്തിലെ അതിവണക്കമുള്ള ഹൈപ്പർധൂളിയ അതിവണക്കമുള്ള മറിയം, പരിശുദ്ധ മറിയം. വേറെ ഒരൊറ്റ വിശുദ്ധർക്കും പരിശുദ്ധ യൗസേപ്പ്, പരിശുദ്ധ ഫ്രാൻസിസ്, പരിശുദ്ധ അഗസ്റ്റിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ? ഇല്ല. അത് അതിവണക്കമാണ് മറിയത്തിന്. ദൈവം കഴിഞ്ഞാൽ, ത്രിയേക ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമാണ് പരിശുദ്ധ അമ്മയ്ക്ക്. കരമുയർത്തി പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയം ക്രിസ്തീയ കുടുംബങ്ങളുടെ അനുഗ്രഹമാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ കരുപ്പിടിപ്പിക്കേണ്ടത് മറിയത്തോട് ചേർന്നിരുന്നാണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്ഥനായൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെ ചെല്ലേണ്ടത്? നമ്മൾ പകുതി വാക്ക് വിഴുങ്ങിയിട്ട്, നാളെ ഒരു കുട്ടി വായിക്കണ കേട്ടു, പരിശുദ്ധ മറിയമേ തമ്പുരാണ്ടി. ഏത് ബ്രാണ്ടിയാണാവോ തമ്പുരാണ്ടി? അതേത് ബ്രാണ്ടിയാ? പരിശുദ്ധ പറയാം തമ്പുരാണ്ടി. എന്ത് പോക്കത്? ഇങ്ങനെയൊന്നും ചെല്ലണ്ട കേട്ടോ. മറിയത്തോട് സ്നേഹമുള്ളവര് എല്ലാ വാക്കും വൃത്തിയായിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക. അൻരേ പെട്ടളാകുന്നു. നന്മ നിറഞ്ഞവരെ അൻരേ എന്ത് രോഗമാണാവോ? എന്താ അവിടെ വല്ല രോഗമുണ്ടോ? അൻരോഗം. പിന്നെ ചില അൻഗ്യപ്പെട്ടവനാകുന്നു. എന്തൊക്കെയാ പറയുക? ചില കുടുംബങ്ങളിലൊക്കെ പോയിട്ട് കുടുംബ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം
അവരുടെ പ്രാർത്ഥനയുടെ ഒരു ഭംഗി കണ്ടാൽ അറിയാം. ഒരുപാട്. പിന്നെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ. ഈ അപേക്ഷിച്ചു കൊള്ളണമേ ചില തമ്പുരാനോട് ഉപേക്ഷിക്കണം, തമ്പുരാനോട് ഉപേക്ഷിക്കണമേ. ഉപേക്ഷിച്ചോളാൻ ഞങ്ങൾ ദയവ് ചെയ്ത് കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വൃത്തിയിൽ ചെല്ലണം. ഒരു ജപമാല ചൊല്ലിയാൽ മതി, അത് വൃത്തിയിൽ ചെല്ലണം. ഇന്ന് എങ്ങനെ നിങ്ങളിത് വൃത്തിയിൽ കൂടുതൽ ജപമാല, വേഗത്തിൽ ചെല്ലണ്ടെന്നല്ല പറഞ്ഞത്, വേഗത്തിൽ ചൊല്ലിക്കോ, വാക്കുകൾ വിഴുങ്ങരുത്. വേഗത്തിൽ ചൊല്ലിക്കോ, വാക്കുകൾ വിഴുങ്ങരുത്. സോർസ്നായൊക്കെ കേട്ട് കഴിഞ്ഞാലേ അപ്പോൾ നമ്മൾ സ്വർഗത്തെ ഒരുപാട് അനുഭവങ്ങൾ ഈ കാര്യത്തിൽ, ഈ ഒരുപാട് പുസ്തകങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അതരം കൊണ്ട് വിഴുങ്ങിയിട്ട് ജപമാല ചൊല്ലിയിട്ട് ഉണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് പല പുസ്തകങ്ങളും പല അനുഭവങ്ങളുണ്ട്. നമുക്കതെല്ലാം പറയാൻ നേരില്ല. പക്ഷേ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ വൃത്തിയിലും വെടുപ്പിലും പ്രാർത്ഥിക്കാൻ പഠിക്കുക. അവസാനിപ്പിക്കുക. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു വചനം പഠിച്ചു, പ്രഭാഷകൻ 27:3. എന്താണ് വചനം? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഏറ്റു പറഞ്ഞ്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.